ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിലും US സൈനിക താവളങ്ങളിലും തിരിച്ചടിച്ച് ഇറാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. ആധുനിക സുരക്ഷാ മാർഗങ്ങളിലൂടെ ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയ്സിന ഡയലോഗിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിനായി ഇന്ന് രാവിലെയാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനം ഫിൻലാൻഡും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അലക്സാണ്ടർ സ്റ്റബ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 7 വരെയാണ് സന്ദർശനം. ബസിച്ച് സൈനിക കേന്ദ്രത്തിലും ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. ഇറാനിൽ ആക്രമണങ്ങളിൽ ഇതുവരെ 1097 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് US ആസ്ഥാനമായ വാർത്താ ഏജൻസി അറിയിച്ചത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിലും US സൈനിക താവളങ്ങളിലും ആക്രമണം നടത്തി ഇറാൻ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതാണ് ഇക്കാര്യം. ഇറാനിൽ ആക്രമണമുണ്ടായതിന് പിന്നാലെ 230 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാഖിലെയും കുവൈറ്റിലെയും US താവളങ്ങളാണ് ആക്രമിച്ചത്. തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശക്തി അതിവേഗം കുറഞ്ഞുവരികയാണെന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ 100 മണിക്കൂറിനുള്ളിൽ 2000-ഓളം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നശിപ്പിച്ചു. അതേസമയം കുവൈറ്റിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 US സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ മരിയാനോ ഗ്രോസി. എന്നാൽ ഇറാന്റെ പക്കൽ ആണവ ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വൻ ശേഖരമുണ്ടെന്നും ഇത് ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഗലയ്ക്ക് 40 നോട്ടിക്കൽ മൈൽ അകലെ ഇറാൻ പടക്കപ്പൽ മുങ്ങി. അന്തർവാഹിനിയിൽ നിന്ന് ആക്രമണമുണ്ടായെന്നാണ് സംശയം. ആക്രമണത്തിൽ 101 പേരെ കാണാതായി. 78 പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന സഹായവുമായി എത്തി. പടക്കപ്പലിൽ നിരവധി നാവികരെ രക്ഷപ്പെടുത്തിയതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ടൊറാന്റോ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ. നാളെ മുതൽ ഈ മാസം 11 വരെ ഡൽഹിക്കും ടൊറാന്റോയ്ക്കും ഇടയിൽ 3 അധിക വിമാനങ്ങൾ സർവീസ് നടത്തും. UAEയിലെ റാസൽ ഖൈമയിൽ നിന്ന് ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് ശനിയാഴ്ച വരെ പ്രത്യേക വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. ഛത്തീസ്ഗഡിലെ 2 സീറ്റുകളും ഇതിൽ ഉൾപ്പെടും. മറ്റന്നാളാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 9 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസമുണ്ടാകും. ഛത്തീസ്ഗഡിൽ സ്ഥാനാർത്ഥിയായി ലക്ഷ്മി വർമ്മയെ BJP നാമനിർദ്ദേശം ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. പരീക്ഷാ നടത്തിപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. സംസ്ഥാനത്ത് 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികൾ ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതും. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 633 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവച്ചിരിക്കുകയാണ്. ചോദ്യപേപ്പറുകളുടെയും ഉത്തരക്കടലാസുകളുടെയും വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇൻവിജിലേഷൻ ജോലിക്കായി 26,000-ഓളം അധ്യാപകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7-ന് ആരംഭിച്ച് 28-ന് പൂർത്തീകരിക്കും. മെയ് 3-ാം വാരത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്തും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകളും നാളെ ആരംഭിക്കും. 2-ാം വർഷ പരീക്ഷകൾക്ക് മറ്റന്നാളും തുടക്കമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കന്നി വോട്ടർമാരുമായും അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. ആധുനിക സുരക്ഷാ മാർഗ്ഗങ്ങളിലൂടെ ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബേപ്പൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ കരുത്തുറ്റ ഭരണ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഈ കാഴ്ചപ്പാടോടെയാണ് പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ഭിക്ഷാടനമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടപ്പാക്കുന്ന സ്മൈൽ പദ്ധതിക്ക് കണ്ണൂരിൽ തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുന്നവരെ കണ്ടെത്തി അവർക്ക് പുനരധിവാസം, ആരോഗ്യ പരിപാലനം, കൌൺസിലിംഗ്, തൊഴിൽ പരിശീലനം എന്നിവ നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കണ്ണൂർ ജില്ലയിൽ അവേരപ്പറമ്പിലുള്ള തണൽ സ്നേഹ വീടിനോട് ചേർന്നാണ് പദ്ധതിയുടെ ഭാഗമായ റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കലക്ടറേറ്റ് ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ അരുൺ കെ. വിജയൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിക്ഷാടനത്തിൽ കഴിയുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും കലക്ടർ അഭ്യർത്ഥിച്ചു. കടൽ പായലുകളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സിമ്പോസിയം നാളെ കൊച്ചിയിൽ നടക്കും. കുഫോസിൽ രാവിലെ 9:30 നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാക്കിയ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. സർവീസ് പെൻഷൻകാർക്കും DR കുടിശ്ശിക ലഭിക്കും. നേരത്തെ അനുവദിച്ച DA, DR ഗഡുക്കൾക്കെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക അനുവദിച്ചത്. അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കിയാണ് മുൻകാല പ്രാബല്യം നൽകുന്നത്. വരുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി ഇത് വിതരണം ചെയ്യും. റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായി സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. മാർച്ച് 20 വരെയാണ് ഓഫർ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ രാജിവെച്ചു. മാർച്ച് 14-ന് കാലാവധി പൂർത്തിയാവുന്ന സാഹചര്യത്തിൽ AV ഗോപിനാഥനെ പുതിയ ചെയർമാനാക്കാനായാണ് രാജി. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഡ്രൈവർമാരുടെ അച്ചടക്കം ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാനത്തുടനീളം വൈറ്റ് ലൈൻ ലൈഫ് ലൈൻ എന്ന പേരിൽ ട്രാഫിക് പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 1215 വാഹനങ്ങൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. 3,04,150 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. LDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായില്ലെന്നും വിഭജനത്തിൽ തർക്കങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതത് ഘടകകക്ഷികൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇടതുമുന്നണി സജ്ജമായി കഴിഞ്ഞതായും LDF കൺവീനർ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിലെ സ്വാഭാവിക ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. കൊൽക്കത്തയിൽ ICC T20 ആദ്യ സെമിയിൽ ന്യൂസിലാൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 19.3 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് നേടിയിട്ടുണ്ട്. നാളെ മുംബൈയിൽ നടക്കുന്ന രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. 2024 കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിലും US സൈനിക കേന്ദ്രങ്ങളിലും തിരിച്ചടിച്ച് ഇറാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. ആധുനിക സുരക്ഷാ മാർഗ്ഗങ്ങളിലൂടെ ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.